ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. അപ്പോൾ തുടങ്ങല്ലേ? ഓക്കെ 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 അപ്പോൾ തുടങ്ങല്ലേ മച്ചന്മാരെ? അപ്പോൾ തുടങ്ങാല്ലേ? അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കോരി ചൊരിയുന്ന മഴയത്ത് ചൂട് ചെമ്മീൻ റോസ്റ്റ് ആയല്ലോ, അഥവാ കൊഞ്ചു റോസ്റ്റ്. ഈ മുതലിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കമൻ്റായി അറിയിക്കി. അതുമാത്രമല്ല, നിങ്ങൾ ഏത് ജില്ലക്കാരാന്ന് കമൻ്റായി അറിയിക്കി. ഏതൊക്കെ ജില്ലക്കാർ കാണുന്നുണ്ടെന്ന് നോക്കാമല്ലോ. മതി ഇനി അങ്കത്തട്ടിലേക്ക് ഞങ്ങളുടെ കൂടെ നിങ്ങളും പോരി. അപ്പം എല്ലാ മച്ചന്മാരെയും വിളിച്ചോണ്ട് വാ, അടിച്ചു കയറി വാ വാ വാ. സോറി ഞാൻ പറഞ്ഞ് ഏതോ ട്രാക്കിൽ പോയി. അപ്പം ഞാൻ തിരിച്ചു വന്ന്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ചെമ്മീനാണല്ലോ ഇന്നത്തെ താരം. അവനൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഒന്ന് എടുക്കണം. എന്നാലും നമുക്ക് മസാലയൊക്കെ പുരട്ടി പൊരിച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. കുട്ടപ്പനായൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം കണ്ട ഒരു ഐശ്വര്യമൊക്കെ ഉണ്ട്. ഇനി കുറച്ച് മസാലയാവാം. ആയിക്കോളൂ. അല്പം ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ചൊറുക്കയും കൂടി ഒഴിച്ചൊന്ന് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. കുറേ നേരം ഇവൻ നമ്മളെ നോക്കി തന്നെ എങ്ങനെ ചിരിക്കണം. ഇവനെ നമുക്ക് ചട്ടി കയറ്റാം. മനസ്സിലായില്ല? എണ്ണയിലിട്ട് പൊരിക്കാൻ സമയമെന്ന്. ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചായി ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് ആ എണ്ണയിൽ കിടന്ന് ചെമ്മീൻ അങ്ങോട്ട് പൊരിക്കുക. ആ കാണാൻ തന്നെ എന്ത് രസമാണ്. ഈ മുതൽ കുറച്ച് നേരം എണ്ണയിൽ എടുക്കട്ടെ. ഇനി നമുക്ക് വേണ്ട സാധനങ്ങളൊന്ന് നോക്കിയാലോ. ആദ്യമായി 2 വലിയ സവാളയും 100 ഗ്രാം ചുവന്നുള്ളിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 തക്കാളി പിന്നെ തേങ്ങാപ്പാൽ, അറ്റ് ലാസ്റ്റ് കറിവേപ്പില. ഞാനിവിടെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേഗം പോയിട്ട് അരിഞ്ഞിട്ട് വാ. അപ്പോഴേക്കും ഞാൻ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്തൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ചെമ്മീനൊക്കെ കിടക്കാച്ചിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നണം. നോ പാടില്ല. നമ്മൾ ചെമ്മീൻ റോസ്റ്റ് മസാലയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഈ സമയം കൊണ്ട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ റെഡിയാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ വീണ്ടും ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഒരു 3 പച്ചമുളകിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് വഴറ്റുണ്ട്. അത് ലാസ്റ്റ് മനസ്സിലാവും. ഇനി ആദ്യമായി കുറച്ച് കടുകിടാം. അങ്ങനെ കടുക് പൊട്ടി വരുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും ഉള്ളിയും കൂടി ചേർക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുക. സവാള വഴന്ന് വന്നാൽ നേരത്തെ മാറ്റി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഏകദേശം ഇതേപോലെയൊക്കെ ആകുമ്പോൾ ഇനി പൊടികളിടാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറച്ച് മുളക് പൊടി ചേർക്കുക. ഇഷ്ടാനുസരണം എന്ന് പറഞ്ഞത് ചിലവർക്ക് എരിവ് നന്നായിട്ട് ഇഷ്ടമാവും, ചിലവർക്ക് എരിവ് അത്ര താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ കുറച്ച് എരിവിൻ്റെ ആളാണ്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അവസാനമായി തക്കാളി ചേർക്കുക. തക്കാളി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണേ. കുറേ നേരമായിട്ട് ഒരാൾ സൈഡിലിരുന്ന് മാടി വിളിക്കണു. അങ്ങനെ എൻ്റെ സമയമായോ ചേട്ടാ, ഞാൻ അങ്ങ് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ എന്ത് പറയും? നീ ഇങ്ങ് അടുത്ത് വാ പെണ്ണേ എന്ന് പറയും. അപ്പോൾ നിങ്ങളെന്താ ആലോചിക്കണേ? വേറൊന്നുമല്ല, ഇവളെ യോജിപ്പിക്കാൻ സമയമായി മക്കളെ. അപ്പോൾ നമ്മളങ്ങ് യോജിപ്പിക്കല്ലേ? ആവണോലോ, എന്നാലല്ലേ നമുക്കും അവർക്കും ഒരു സന്തോഷം. അപ്പോൾ നിങ്ങൾ ഹാപ്പി അല്ലേ? ഹാപ്പി ആവണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. എൻ്റെ വീഡിയോ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വസിക്കാട്ടാ, സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോണു. നമ്മൾ യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കുക. ഇപ്പം അന്തസ്. ഇനി നമുക്ക് ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചേടാ, നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റ് മസാലയുടെ മണം കേട്ട് ഓടിയത്തെ മുതലത് പൂച്ച സാറ്. ഓനും ഇതിനൊരു പങ്ക് കൊടുത്തു. ഓൻ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് മസാലയുടെ ഫാനായി. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങളും ഫാനാവും. ശരിയാ, ഇതിൻ്റെ ആ കടപ്പും ഇതിൻ്റെ ആ മണം അടിച്ച പിന്നെ ആരെ ഫാനാവാത്ത? പൂച്ച സാറിനെ തെറ്റ് പറയാൻ പറ്റില്ല. ആരുടെയും കൺട്രോൾ പോവും, അത് ഉറപ്പാണ്. രണ്ടും കൂടി നന്നായി ഒരുക്കുന്നുണ്ട്. എന്തിനുള്ള പുറപ്പാടാണോ എന്തോ. ഇതെന്തോന്നു, ഇത് തൃശ്ശൂലോ? എന്തെങ്കിലും ആവട്ടെ, ഡെക്കറേഷൻ അല്ലേ, ഡെക്കറേഷൻ. സോറി ഗൈസ്, ചെറുതായിട്ട് സൂം ചെയ്തെടുക്കാൻ നോക്കിയതാ, ചുറ്റിപ്പോയി. അപ്പോൾ സംഭവം റെഡി. ഇത്ര ഉള്ളു പരിപാടി. ചെമ്മീൻ റോസ്റ്റ് മസാല ഇസ് റെഡി. ഇതെങ്ങനെയുണ്ടെന്ന് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടാലോ? സൂപ്പറായിട്ട്. എന്താ അവിടെ മണം? അവിടെ നല്ല മണമാ. ചെമ്മീൻ റോസ്റ്റാ. എൻ്റെ അമ്മോ, ചോറ് കിട്ടി പിടിക്കായിരുന്നല്ലോ. പ്ലേറ്റ് എടുക്കട്ടെ. ചക്കരക്കുട്ടി, നിനക്ക് വേണ്ട ചോറ്? പിന്നെ അല്ല, ദേ വരുന്നു. ആയോന്നാ വേഗം. ചോറേ നല്ലൊരു ടേസ്റ്റ് തോന്നുന്നത് കണ്ടിട്ട്. ചെമ്മീൻ റോസ്റ്റ്. കിട്ടില്ലേ? ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ചെമ്മീൻ റോസ്റ്റ് മസാല ഉഷാറാണല്ലേ? അല്ല, ഇതെന്താ ഇത്ര നേരത്തെ ഊണ്? മണി 12 മണി ആയോളല്ല. അത് ശരി, ചെമ്മീൻ കണ്ടപ്പോ അങ്ങോട്ട് വേഗം ഉണ്ണാൻ വന്നിരുന്നു. അല്ലെങ്കിൽ 2 മണിയായാലും വിളിച്ചാൽ വരില്ല. ബാക്കിയുള്ളവർ കൂടി വേണം കേട്ടോ. അത് ശരി, ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. കുറച്ച് ചെമ്മീൻ റോസ്റ്റ് മസാലയും കുറച്ച് ചോറും കൂട്ടി ഒരു പിടിച്ച് നോക്കട്ടെ. സംഭവം ഉഷാറാട്ടാ, പൊളി സാധനം. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, സെറ്റ് സാധനം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തൊന്ന് കമൻസായി അറിയിക്കണേ, ഞാൻ ഇത് ട്രൈ ചെയ്തൊന്ന്. അതൊന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.